അതുപോലെ തന്നെ ഞാൻ ക്ഷീണിതയായിരുന്നു എന്നൊരു വാക്ക് നമുക്ക് സെൻറ്റൻസിലേക്ക് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം ആ ക്ഷീണിതയായിരുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്ന വാക്കാണ് ടയേർഡ് അല്ലേ. ടയേർഡ് എന്ന് പറയാം. ഞാൻ എന്നുള്ളതിന് ഐ, ഞാൻ ക്ഷീണിതയായിരുന്നു എന്ന് പറയുന്ന സമയത്ത് ഐ വാസ് ടയേർഡ് എന്നായി. ഇതുപോലെ ഞാൻ വീട്ടിലില്ലായിരുന്നു എന്നെങ്ങനെ പറയും? ഞാൻ എന്നുള്ളതിന് നിങ്ങൾക്ക് സബ്ജക്റ്റ് ഏതാണെന്ന് അറിയാമല്ലോ അല്ലേ, ഐ ആണ്. വീട്ടിലില്ലായിരുന്നു, വീടിന് എന്താ പറയുക? ഹോം. അപ്പോൾ ഞാൻ വീട്ടിലില്ലായിരുന്നു എന്നാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഐ വാസ് നോട്ട് അറ്റ് ഹോം എന്നുള്ള സെൻറ്റൻസ് ആണ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുക. ഈ ഒരു ഐഡിയ ക്ലിയർ ആണല്ലോ. വാസ് അല്ലെങ്കിൽ വേർ ആണ് നമ്മൾ എന്തിനു യൂസ് ചെയ്യുന്നത്? ആയിരുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ സബ്ജക്ട്സ് മാറുന്നതിനനുസരിച്ച് വാസ് ആണോ വേർ ആണോ വരിക എന്നുള്ളത് നമ്മൾ പറഞ്ഞു. ഇനി നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വേറെ ഐയുടെ കൂടെയും വരുന്നുണ്ട്. ആ ഒരു സന്ദർഭം ഏതാണെന്ന് വെച്ചാൽ നമുക്ക് വേറെ എന്ന് ഉപയോഗിക്കാവുന്ന ഒരു സെൻറ്റൻസ് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ഇമാജിനറി ആയിട്ട് പറയാണ്. ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നിൻ്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ എന്നുള്ള ഒരു കോൺസെപ്റ്റ് നമ്മൾ അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്കത് ഇഫ് ഐ വെയർ യു എന്നുള്ള രീതിയിൽ സംസാരിക്കുമ്പോഴാണ് ഐയുടെ കൂടെ വേറെ യൂസ് ചെയ്യുക. നോർമലി ആയിരുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ഐയുടെ കൂടെ വാസ് തന്നെയാണ് എപ്പോഴും യൂസ് ചെയ്യുന്നത്.